ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാചകം മത്തങ്ങ കായും കൂടി ഒരു കറിയാണ്. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ, വെറുതെ പറയരുത് കേട്ടോ. ഞാനതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഐസ് പോയാലും അത് ഫ്രിഡ്ജിൽ തന്നെ തിരിച്ചെടുത്ത് വെച്ചോ. എനിക്ക് ഒന്നാമത് ചിക്കന് മീൻ ഉണ്ടാക്കുന്നതിനേക്കാളും പച്ചക്കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതുമല്ല, എല്ലാവർക്കും അതാണ് കൂടുതൽ താല്പര്യം. എനിക്ക് കഴിക്കാം. ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നീ വലിയ ചെറിയൊന്നും ചെറുക്കണം ചൈന കാണിച്ചു തന്നു കേട്ടോ. അല്ലെങ്കിൽ നീ ഇത് പിടിക്കുമ്പോ തന്നെ വിചാരിക്കും അത് മാത്രല്ല, ഇന്നലെ ഉണക്കസ്രാവും രസം കൂട്ടിട്ട് നീ നന്നായിട്ട് ചോറുണ്ട് കേട്ടോ. മുളക് വറുത്ത പൊടി കൂട്ടിട്ട് ഇല്ലാന്ന് പറയും. നന്നായിട്ട് ചോറുണ്ടോ? ഏതെന്താ സംശയം? അപ്പൊ എന്നാലും നല്ലപോലെ ഞാൻ ഉണ്ടാക്കി തന്നു. അതെ, ഇപ്പൊ അമ്മ ഇത് കാണിച്ചതിന്റെ ഉദ്ദേശം എന്താ അറിയോ? വേറൊന്നല്ല, നീയേ പറയൂ, എനിക്ക് ഒന്നും ഉണ്ടാക്കി തരില്ല. കുറച്ച് ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ മുട്ട വറുത്തിട്ടൊക്കെ കൊടുത്ത്, അല്ല അവരെന്നെ ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കും മുട്ടയൊക്കെ, അച്ഛനും മോനും കൂടി. അത് ശരിയാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ട നീ അവിടെ റെസ്റ്റ് എടുത്തോന്നൊക്കെ പറയും. പക്ഷേ ഇന്നിപ്പോ വിചാരിച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. സത്യമായിട്ട് ഈ ഷൂട്ടിങ്ങിനുള്ള സാധനം മാത്രം എടുത്ത് അവിടെ വെക്കും. വെച്ചിട്ട് ബാക്കിയൊന്നും അമ്മയ്ക്ക് വേണ്ട സാധനം, അമ്മ എന്താണ് കഴിക്കുന്നത് അത് മാത്രം ഉണ്ടാക്കിയിട്ട് കാണിക്കാനാണ് പതിവ്. അപ്പൊ ഞാൻ എപ്പോഴേ കുറ്റം പറയണ കാരണം കൊണ്ട് ഇതല്ല കേട്ടോ, ഇവൻ ഇങ്ങനെയൊന്നും അല്ല ഞാൻ നോക്കണമെന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൂടി അതെന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? പച്ചമുളക്, ഇത് ഉണക്കമുളക് വറവിടാനാണ്. ഇത് കറിവേപ്പില, കുറച്ച് നാളികേരം ജീരകം അരച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതൊക്കെ തന്നെ. ഞാൻ എന്തായാലും അമ്മനെ ശരിയാക്കി തരുന്നുണ്ട്. ഇത് ഇട്ടു. ഇത് എനിക്ക് മാത്രമാണ്, അതാണ് അത്ര. എന്തായാലും അമ്മക്ക് ഞാനിന്ന് വെച്ചിട്ടുണ്ട്. കുറെ നേരമായി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. നേരിട്ട് പറയണ്ട, വീഡിയോ പിടിക്കുമ്പോൾ പറയാവുന്നൊരു മിണ്ടായി. പച്ചമുളക്, ഇതിന് പച്ചമുളകിന്റെ എരിവാണ്. അപ്പൊ പച്ചമുളക്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, ഇത് വേവാനുള്ള വെള്ളം. ഓക്കെ, പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കും, എന്നിട്ടൊന്ന് അടച്ചു. അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്താ? അത് അങ്ങനെയാണ് അതിന്റെ. അത് വേവെങ്കിൽ അല്ല എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചോണ്ടില്ലേ? കണ്ടപ്പോഴേക്ക് നീ വിചാരിച്ചു ഇന്നിപ്പോ മത്തങ്ങയാണോ കൊണ്ട് തീറ്റിക്കുന്നതല്ല നീ വിചാരിച്ചു. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല അമ്മ. അമ്മ, ഈ ധാരണയും തെറ്റിദ്ധാരണയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? അമ്മ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു, എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അമ്മമാരൊക്കെ വീട്ടിൽ ചോദിക്കും കേട്ടോ ഒരു ചോദ്യം. അതിന് എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, ഉള്ള എല്ലാ അമ്മമാർക്കുള്ളൊരു ഉത്തരം കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അതാണ് വീഡിയോയിൽ പറയാവുന്നതിന് മിണ്ടാണ്ടായത്. അപ്പൊ ഞാൻ ഇതിന് മറുപടി ഇല്ല, അതുകൊണ്ട് മിണ്ടാണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. പറയട്ടാ, അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് മൊബൈലിലേക്ക് നോക്കിയിട്ടിരുന്നു. ഒന്നും പറഞ്ഞില്ല. അവനു ആദ്യമായിട്ട് മകൻ തോറ്റു ഉത്തരം മുട്ടി. വയ്യാത്തോണ്ട് വിട്ടായിരിക്കും, അതൊക്കെ അല്ലേ? ഞാൻ ഉത്തരം മുട്ടിന്നല്ല അധികം വിചാരിച്ചത്. അമ്മയ്ക്ക് വയ്യല്ലോ, അമ്മയുടെ കാലുവേദന വേദനയും മരുന്നും കഴിച്ചിങ്ങനെ ഇരിക്കല്ലേ, തർക്കുത്തരം പറയണ്ട, തർക്കുത്തരം പറഞ്ഞിട്ട് അതിന് വിഷം വെക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്താണ് അമ്മ ചോദിച്ചൊരു ചോദ്യം? അമ്മ ചോദിച്ച ചോദ്യം വേറെന്താ എനിക്ക് ഓർമ്മയില്ലേ? അതായത് ഇപ്പൊ വയ്യ തൊട്ട് 10-22 ദിവസമായി. കാലുവേദന കുറച്ച് നിൽക്കുമ്പോൾ വേദനിക്കും. അപ്പൊ ഞാൻ പോയി അവിടെ കാലൊന്ന് നീട്ടി ഇരിക്കും. അപ്പൊ നീ ഒന്ന് കാലൊക്കെ തടവി തരാറുണ്ട്. പിന്നെ ഇങ്ങനെ എന്നും അടുക്കളയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അച്ഛന് ഇഷ്ടമുള്ളത് എന്താ, നിനക്ക് ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അത്രയ്ക്കെങ്കിലും താല്പര്യം അത് ഉണ്ടാക്കാൻ കാണിക്കുന്നില്ല. കാരണം നമുക്ക് അതിലൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ ഇറച്ചിയോ അങ്ങനെയുള്ളതൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനുള്ള എല്ലാം റെഡിയാക്കി വെക്കാനും ഒക്കെ സമയം എടുക്കുമല്ലോ. ഇതൊന്നും പറയണ്ട, അമ്മ ചോദിച്ച ചോദ്യം ഞാൻ പറയാം. കൂടിയിട്ട് എനിക്ക് മനസ്സിലേക്ക് തോന്നി, ഇവർക്ക് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ഒരു നീരസൊക്കെ തോന്നിയിട്ടുണ്ടാവോ, എന്തായി അമ്മ, അതാണ് ചോദിച്ചത്. അല്ല, മടുപ്പ് തോന്നിയ മോനെ അമ്മേനോട് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കുകൊണ്ട് ഒരു ഉത്തരം പറഞ്ഞു തരാം. അത്രയല്ലേ ഞാൻ ചോദിച്ചോളൂ. അമ്മ ഒന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യണൊന്നുമില്ല. ബുദ്ധിമുട്ടായോ, അമ്മയെ കൊണ്ട് മടുപ്പായോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാട്ടമ്മ. ബുദ്ധിമുട്ടായി അങ്ങോട്ട് കരുതിക്കോളൂ. കാരണം എന്താ അറിയോ, അമ്മയല്ല മകൻ, അമ്മയല്ല മക്കള്.
ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങാം. അമ്മ അന്തം വിട്ടോ, എന്താ അവനിങ്ങനെ പറഞ്ഞ് ഇവന് ഞാനൊരു ശല്യമായ ബുദ്ധിമുട്ടായി തോന്നിയില്ലേ അമ്മയ്ക്ക്? അതാണ് ധാരണയും തെറ്റിദ്ധാരണയും തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്താ പറയുക, ഒരിക്കലും ഒരു മക്കൾക്കും അമ്മയാവാൻ സാധിക്കില്ല. ഇപ്പം അമ്മയ്ക്ക് കുറച്ച് ദിവസം ഒരു വയ്യായ്മ വന്നു, എനിക്കൊരു ബുദ്ധിമുട്ടും ആയിട്ടില്ല, ഭാവിയിലും എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല, ഇനി ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. കാരണം എൻ്റെ മനസ്സിൽ അമ്മ എന്നുള്ളത് അതങ്ങനെയാണ്. അതിപ്പോൾ ഞാനിത് പറഞ്ഞത് കൊണ്ടോ ഇവൻ മാത്രമേ അങ്ങനെയുള്ളൂ ബാക്കിയുള്ളവർ എങ്ങനെയാണെന്നൊക്കെ തോന്നാം. പക്ഷെ ഞാൻ പറയുക, മക്കളും അമ്മയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് വരും. ഇന്നായില്ലെങ്കിൽ നാളെ ആവും, നാളെ ആയില്ലെങ്കിൽ മറ്റന്നാളാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എന്നും വയ്യാന്ന് പറയണ അമ്മയോട് ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരണം. കാരണം അതിൻ്റെ പേരാണ് മക്കളെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അമ്മയ്ക്കൊരിക്കലും ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പം ഞാൻ കിടപ്പലായി എന്ന് അമ്മ ഇങ്ങോട്ട് വിചാരിച്ചോ, അങ്ങനെ ആയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മേനോട് ഞാൻ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ എന്ന്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറയും, അമ്മയായതുകൊണ്ട്. മകനായ എന്നോട് ചോദിക്കുകയാണ് അമ്മ ബുദ്ധിമുട്ടായോ എന്ന്. ഒന്ന് മിണ്ടാണ്ട് കിടക്കാം അവിടെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് എൻ്റെ വേണ്ടപ്പെട്ട ആരിനോട് ഞാൻ അല്ലെങ്കിലും ബുദ്ധിമുട്ടായി ചോദിക്കുകയാണ് കിടന്നിട്ട് പറയും. കാരണം അത് മക്കളാണ്, മനസ്സിലായില്ലേ? മക്കൾ ഒരിക്കലും അമ്മയാവില്ല. എന്തുകൊണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പം അമ്മയ്ക്ക് അമ്മ എന്താണെന്നൊരു മകൻ പറഞ്ഞു തരാണ് 2 വാക്കും കൊണ്ട് കേട്ടോ. തെറ്റാവട്ടെ, എൻ്റെ ബുദ്ധിയിൽ ചിലപ്പോൾ തെറ്റെന്ന് തോന്നിയിട്ടുണ്ടാവുക. കാരണം വേഷം കെട്ടിയ ഒരു രൂപമല്ല അമ്മയുടെ, മനസ്സിലായില്ലേ? മക്കൾക്ക് പല വേഷങ്ങൾ കെട്ടാം. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഏതോ കാലത്തൊക്കെ ശത്രു പകരം വീട്ടാൻ വേണ്ടി മക്കളായി ജനിക്കുന്നു പറഞ്ഞു കേട്ടത്. എന്നാൽ നല്ല മക്കളില്ല ഞാൻ ഒരിക്കലും പറയില്ല. മരണം വരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. എത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു നിമിഷമെങ്കിലും ഒരു മട്ടിപ്പ് തോന്നും മക്കൾക്ക്. പക്ഷെ ഒരു കാരണവശാലും ഒരു അമ്മയ്ക്ക് തോന്നില്ല. അതിന് എത്രയോ അമ്മമാരൊന്നും ജീവിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ന്യൂസിലൊക്കെ കാണുന്ന 1 or 2 അമ്മമാർ കുട്ടിയെ പ്രസവിച്ച് അവിടെ വിട്ടു, അതിനൊന്നും അമ്മമാരായിട്ട് കണക്ക് കൂട്ടരുത്. കാരണം എന്താ പറയുക, അവർ വേഷം കെട്ടിയവരാണ്, മനസ്സിലായില്ലേ? അമ്മ വേഷം കെട്ടിയവർക്കും അമ്മയായവർക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ ഒരു പെൺകുട്ടിയായിരുന്നല്ലോ, ഒരു മകളായിരുന്നല്ലോ. മകളാവാണ്ടെന്ന് അമ്മ ഒരിക്കലും ഒരു അമ്മയാവില്ലല്ലോ. എൻ്റെയൊക്കെ അമ്മേനേക്കാളും മുമ്പ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അമ്മ ഒരു മകളായിരുന്നല്ലോ. അച്ഛനും അമ്മയോട് വാശി പിടിച്ചിട്ട് ഇന്നത് കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, എനിക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ. വാശിക്കാരെന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഓ, ഇവിടെ എന്തൊരു ഇവിടൊക്കെ എങ്ങനെ വേറെ പോയിട്ട് ജീവിക്കുന്ന ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അച്ഛനോ അമ്മയും അല്ല അമ്മയും അച്ഛനോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആ വാശി അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അച്ഛനെ കല്യാണം കഴിച്ച സമയത്ത് അച്ഛൻ ഇന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പറയുമല്ലോ. അമ്മ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോടെ പറഞ്ഞിട്ടില്ല, അച്ഛനോടും പറഞ്ഞിട്ടില്ല എന്നാണ് ഉള്ള സത്യം നമ്മൾ മനസ്സിലാക്കണത്. കയറി വന്ന ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ, അതൊക്കെ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. കാരണം ആഗ്രഹങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കാത്തൊരു മനസ്സിൻ്റെ ഉടമയാണ് അമ്മ. അത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്കണ്ട, ബാക്കി പറയാൻ പോകണമല്ലോ. അപ്പോൾ അമ്മ ഭർത്താവ് ഇപ്പം എൻ്റെ അച്ഛൻ ഡെയിലി തല്ലുന്ന ഒരു മനുഷ്യരാണെങ്കിൽ, അമ്മനെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യരാണെങ്കിൽ അച്ഛൻ്റെ ഒപ്പം അമ്മ ജീവിക്കുമോ? അമ്മ പോവും. അമ്മയുടെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ പോവും. ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രമാണ് അമ്മ അവിടെ കടിച്ചും തൂങ്ങിയിരിക്കുള്ളൂ അല്ലേ? അപ്പം അമ്മയ്ക്ക് അവിടെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലല്ലോ. എന്നാണ് ഒരു സ്ത്രീ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കൂടിയ ഒരു സ്ത്രീയായി മാറുന്നറിയോ? ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? അമ്മ നിങ്ങളൊക്കെ പ്രസവിക്കുമ്പോൾ, ഈ അമ്മമാർ പ്രസവിക്കുമ്പോൾ വലിയൊരു വേദനയുണ്ട്. 2 കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. ഒന്ന് പ്രസവ വേദനയും കൊണ്ട് കരയുന്ന ഒരു അമ്മയും, പിന്നെ ഭൂമിയിലേക്ക് അയ്യോ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എന്നെ വേർപിരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കരയണ ഒരു കുഞ്ഞും. ഈ 2 കരച്ചിൽ 2 വ്യത്യാസമുണ്ട്. എന്താ അറിയോ? കുഞ്ഞ് കരയണത് എൻ്റെ എന്താ പറയുക, എനിക്കുള്ള ഒരു സെക്യൂരിറ്റി ഫീൽ അത് നഷ്ടപ്പെട്ടു. അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടുപ്പ് ആ കുട്ടി കേൾക്കും. അമ്മയുടെ വയറ്റിൽ സുരക്ഷിതമാണെന്ന് പറയുന്ന കുട്ടി പുറത്തേക്ക് വരുമ്പോൾ എന്നെ എവിടേക്കാണ് ഈ കൊണ്ടുവന്നതെന്ന നിലവിളിയാണ് കുട്ടിയുടെ നിലവിളി, മനസ്സിലായില്ലേ? പക്ഷെ അമ്മയുടെ അതല്ല, മരണവേദനയും കൊണ്ടുള്ള നിലവിളിയാണ് അല്ലേ? എത്ര എല്ലുകൾക്ക് എന്ത് സംഭവിക്കും, എത്ര ഞെരുമ്പുകൾ എന്തൊക്കെ ആവും, അത് കഴിഞ്ഞ് എന്തിന് ഈ വായിലുള്ള പല്ലടക്കം ഇളകിപ്പോയിണ്ടാവും ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു മാത്രമാണോ ജനിക്കുന്നത്? ഒരു സ്ത്രീ മരിച്ച് ജനിക്കുകയാണ് അമ്മയാവും അല്ലേ? അങ്ങനെ ഒരു അമ്മ ഒരിക്കലും മാറാൻ സാധിക്കില്ല. എന്നാണ് ഈ അമ്മ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് അറിയോ അമ്മയ്ക്ക്? ഈ ഒരു അമ്മ വിട്ടുവീഴ്ചകൾ ചെയ്യുക നമ്മുടെ അച്ഛനോട് ചെയ്യില്ല, നമ്മുടെ അമ്മയോട് ചെയ്യില്ല, നമ്മുടെ കൂടപ്പറപ്പുകളോട് ചെയ്യില്ല, ഭർത്താവിനോട് ചെയ്യില്ല, ഈ ലോകത്ത് ഒന്നിനോടും ചെയ്യില്ല എന്നൊരു അമ്മയായോ? ആ നിമിഷത്തെ ആ നിലവിളി ഉണ്ടല്ലോ, പ്രസവ വേദന, ഒരമ്മ മരിക്കണ പേരും വേദന അനുഭവിച്ചു കൊണ്ടുണ്ടാവും. എങ്ങനെയും ചോദിക്കും? എങ്ങനെ അറിയോ? അന്ന് വിട്ടുവീഴ്ചകൾ മാത്രം ചെയ്യാൻ ശീലിച്ചവളായി മാറി അമ്മ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അന്ന് മുതൽ അമ്മയ്ക്ക് വിട്ടുവീഴ്ചകൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അമ്മയ്ക്കൊരു തോന്നലാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന എൻ്റെ എന്താ പറയുക, എൻ്റെ മാംസം, എൻ്റെ ചോര അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ
എൻ്റെ മക്കൾ അതെൻ്റെ സ്വന്തമാണ്, അതിനു വേണ്ടി എന്ത് വേണേലും വിട്ടുകൊടുക്കാമെന്ന്. എല്ലാ മക്കളും അച്ഛനും അമ്മേനെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനമ്മയുടെ പോട്ടെ, അമ്മേനെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു കാലഘട്ടം വരെ നിങ്ങൾക്ക് ഉറക്കമുണ്ടോ? ഒരു കുട്ടി ഒന്ന് നടക്കാറാവണ വരെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? ഒന്ന് ചെരിഞ്ഞ് കിടന്നാൽ കുട്ടിയുടെ മുകളിൽ വീഴുന്നതിൻ്റെ ഭയമാണ് നിങ്ങൾക്ക്. അപ്പോൾ എത്ര കാലം നിങ്ങൾ ഒരു 1.5 വർഷം യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ഒരു കിടക്കയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഇനിയിപ്പോൾ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു രാത്രി ഉറങ്ങിയിട്ടുണ്ടാവുമോ? അതൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ സഹിക്കാൻ നമ്മളിപ്പോഴുള്ള മക്കൾക്ക് സാധിക്കുമോ? ഇത് അമ്മ മിനിറ്റിന് വിളിക്കുകയാണെങ്കിൽ പറയും ഈ അമ്മേനെ കൊണ്ട് തോറ്റു, ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നല്ലേ മക്കൾ പറയുള്ളൂ. അപ്പോൾ ഒരിക്കലും മക്കൾക്ക് അമ്മയാവാൻ സാധിക്കില്ല, അമ്മയ്ക്ക് മക്കളുടെ സ്വഭാവമാവാനും സാധിക്കില്ല. മനസ്സിലായില്ലേ? മക്കളെ നിങ്ങൾ തോറ്റോ എന്ന് പറഞ്ഞാൽ മക്കൾ ഉറപ്പായിട്ട് തോൽക്കും, ഒരു അമ്മയും ജീവിതത്തിൽ തോൽക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് തുടങ്ങിയ ആ പ്രസവവേദന ജീവിതകാലം മുഴുവൻ മരണം വരെ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഒരമ്മ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കുട്ടികളെ നോക്കാൻ. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ആ കുട്ടികൾക്ക് എന്തൊക്കെ വേണം, അവർക്ക് ആരോഗ്യത്തിന് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും ഇതൊക്കെ നോക്കണം. കൗമാരപ്രായമായി വരുമ്പോൾ അവരെന്തെങ്കിലും തെറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവരെ ശ്രദ്ധിക്കണം, നോക്കണം, ഇതൊക്കെ ചെയ്യണം. ആണായാലും പെണ്ണായാലും ഇതൊക്കെ ചെയ്യണം. കല്യാണം കഴിച്ച് കൊടുത്താലോ? ചിലപ്പോൾ നിങ്ങൾക്കൊരു പെൺകുട്ടിയായിരിക്കും. കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്നൊരു പട്ടം കിട്ടും നിങ്ങൾക്ക്. ആ പട്ടത്തിൻ്റെ പേരാണ് അമ്മായിയമ്മ. അമ്മായിയമ്മേനെ ഒരു ബ്രഹ്മാവും ഭൂമിയിൽ നേരെ സൃഷ്ടിക്കണമൊന്നുമില്ല. അമ്മായിയമ്മ മോശക്കാരി, അമ്മായിയമ്മ പീഡിപ്പിക്കണം, അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിൽ പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടിയോട് ആലോചിക്കണം. എല്ലാ വീട്ടിലും ഒരു അമ്മായിയമ്മയുണ്ട്. എങ്ങനെ അറിയോ? പെൺകുട്ടിയോടെ പ്രസവിക്കുന്ന അമ്മ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായ ഒരു അമ്മ, ഇവരൊക്കെ അമ്മയായി അമ്മായിയമ്മ അവിടെ അടുക്കരൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്ക് അമ്മായിയമ്മ തന്നെയാണ് കാരണം അവിടെ ഒരു മരുമകൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്താ ചിന്ത അറിയോ? അയ്യോ, എൻ്റെ മകളിനെ നോക്കണ ഈ മരുമകനാണല്ലോ. അപ്പോൾ അവിടെ നല്ല സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഈ മരുമകൻ്റെ മുഖം ഒന്ന് പാടാൻ പാടില്ല, ഒരു ദുഃഖം ആ മരുമകന് വരാൻ പാടില്ല. അവൻ എന്താ ഇഷ്ടം അത് മാത്രം ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ നമ്മുടെ ഇഷ്ടമൊന്നും ചെയ്യരുത്, ആ മരുമകൻ്റെ ഇഷ്ടത്തിന് വേണം നിൽക്കാമെന്ന് പറഞ്ഞൊരു അമ്മായിയമ്മ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് മകളുടെ അമ്മയായാലും അമ്മായിയമ്മ തന്നെയാണ്. ആ അമ്മായിയമ്മ നേരെ അങ്ങോട്ട് ഇറങ്ങി വന്നതൊന്നല്ല, അവിടെ ഒരു പെൺകുട്ടിയായി ഭാര്യയായി ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചതിന് ശേഷമാണ് അമ്മായിയമ്മയാവണത്. അതേപോലെ ഒരു മകൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന വരെ മകൻ എന്ത് വേണേലും പറയാം. കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് മകൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യ പറയും എൻ്റെ ഭർത്താവിനെ എങ്ങനെ പറയുന്നത് ശരിയല്ല പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മരുമകളെ പേടിക്കണം. അതും ഒരു അമ്മായിയമ്മയാണ്. മനസ്സിലായില്ലേ? അതും ഒരു അമ്മ തന്നെയാണ് അമ്മായിയമ്മയായി മാറുന്നത്. അല്ലാണ്ട് ലോകത്ത് എവിടെ ഒരു അമ്മായിയമ്മ നേരെ ബ്രഹ്മാവ് സൃഷ്ടിച്ച് ഇതൊരു അമ്മായിയമ്മയാണ്, ഇത് നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ജനിച്ചാണെന്ന് ആരും പറയില്ല. മരുമക്കൾ അമ്മായിയമ്മേനെയും പീഡിപ്പിക്കും, അമ്മായിയമ്മ മരുമക്കളെയും പീഡിപ്പിക്കും. ഇതൊന്നും ഒരു കാലത്തും നിൽക്കില്ല. കാരണം ഇതൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ട് നല്ല അമ്മായിയമ്മമാരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്താ അറിയോ? ഈ അമ്മായിയമ്മ എന്നുള്ള പേരില്ലേ, ഇത് മാറ്റിയിട്ട് അമ്മ എന്നുള്ള വിളിയില്ലേ, അത് വായും കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് വിളിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അതേപോലെ മരുമകൾ എന്ന് പറഞ്ഞാൽ എന്താ? മാറി വന്ന മകൾ എന്നുള്ള ചിന്തയില്ലാണ്ട് മകളാണെന്നുള്ള തോന്നുന്ന അമ്മായിയമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അത് അവസാനിച്ചു. പിന്നെ പറയണത് ഇതൊക്കെ കഴിഞ്ഞോ മകനോ മകളോ ഒക്കെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഒരു മകളാണുള്ളൂ പറഞ്ഞാലോ അമ്മയ്ക്ക് അതന്നെയാണ് ആളും പെണ്ണും ഒക്കെ. അതുപോലെ ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഒരു അമ്മയ്ക്കുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ അവരുടെ സ്വഭാവങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രസവ വേദനയുള്ള ദുഃഖമല്ലേ, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ ദുഃഖവും സങ്കടമൊക്കെ എന്നും ഉണ്ടാവും. ഒരുപാട് സ്നേഹിച്ചൊരു സമ്മാനം കൊണ്ടുപോയി ഒരു അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അന്നും അമ്മയ്ക്കൊരു ദുഃഖമാണ്. എന്താ പറയുക, നല്ലൊരു അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാവും. എന്താ അറിയോ? എൻ്റെ മകൻ എത്ര ബുദ്ധിമുട്ടിട്ടായിരിക്കും ഈ സാധനം എനിക്ക് കൊണ്ടുവന്നത് വന്നിട്ട് അമ്മയുടെ കണ്ണുകൾ നിറയും. അത് ചിലപ്പോൾ 10 രൂപയുടെ സാധനമായിരിക്കും. അത് കൊണ്ടുപോയിട്ട് മകൻ തൻ്റെ കയ്യിൽ നിന്ന് അത് കൊണ്ടുപോയിട്ട് എന്നമ്മ ഇത് അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്നാണെന്ന് പറയുമ്പോണ്ടല്ലോ അമ്മയുടെ ഹൃദയവും കണ്ണൊക്കെ നിറയില്ലേ? അപ്പോഴും ഒരു ചെറിയൊരു വേദനയുണ്ട്. ആ വേദന ഒരു സന്തോഷം കൊണ്ടാണെങ്കിലും അമ്മ അപ്പോഴും ഒന്ന് വേദനിക്കും, എൻ്റെ മകൻ കണ്ടോ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് പറയും. അതുപോലെ ഈ അമ്മേനെ കൊണ്ട് തോറ്റു, എന്താ അത്, എത്ര കാലമായി ഈ വേദനയും ഗീതനയും വന്നു, ചത്തുപോയാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മ പറയും. അവനതൊക്കെ പറയൂ കേട്ടോ, ദൈവമേ നീ ഇതൊന്നും കേൾക്കരുത്, കാരണം എൻ്റെ മകനാണ്, അവൻ്റെ മനസ്സ് ശുദ്ധമാണ് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ അമ്മ നീറിയും കൊണ്ടേ ഉണ്ടാവും. എന്നിട്ട് അമ്മയ്ക്ക് പാചകം വെക്കാൻ പറ്റാണ്ടാവും, മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റാണ്ടാവും, കുറേ വയസ്സായിട്ട് കിടക്കപ്പായി അമ്മ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ പോയിട്ട് ഇനി എന്താ ഒരു അല്പനേരം കൂടി അമ്മ ജീവനോടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തായി അമ്മ ഇല്ലാന്നൊരു തോന്നൽ വരുമ്പോൾ മക്കൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര ഒരു സ്നേഹം വരും. കാരണം എന്താ അറിയോ? ഈ മരിക്കുന്ന സമയത്ത് ഈ ഗംഗാജലം ഒറ്റിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യകാര്യമാണ് അത്ര. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഭാവമൊക്കെ പോയി എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണ് ആരിലേക്ക് നോക്കും, ആരിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് മെല്ലെ പോയിട്ട് ചെവീൻ്റെ അടുത്ത് പോയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പറയുമ്പോൾ അമ്മ പറയണത് എന്തായിരിക്കും അറിയോ? സംസാരിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ പോയ എൻ്റെ മക്കളുടെ ഗതി എന്തായിരിക്കും? മനസ്സിലായില്ലേ? അവസാന ശ്വാസം മരിക്കണവരെയും അമ്മയാണ്, മക്കളാണ്. ലോകത്ത് ഒരു മക്കൾക്കും എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും യവനാണെന്ന് പറഞ്ഞാലും എവളാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അമ്മയാവാൻ സാധിക്കില്ല. അമ്മ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ജന്മം നൽകിയവൾ. ജന്മം നൽകിയാൽ മാത്രം അമ്മയാവില്ല, ജന്മം നൽകി സ്നേഹം നൽകിയ അമ്മേനെക്കാട്ടിലും വലുതായിട്ട് ഈ ഭൂമിയിലൊന്നും ഉണ്ടാവില്ല, ഇനി ഭൂമിയിലൊന്നും ഉണ്ടായിട്ടുമില്ല.
പിന്നെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാവരും ചോദിക്കും ഈശ്വരനെ കാണാനില്ല, ഈശ്വരനെ കാണാനില്ല. അപ്പോൾ ഈശ്വരന് തോന്നി എന്നെ കാണാനില്ലാത്തത് കൊണ്ട് എൻ്റെ പ്രതിരൂപം, എൻ്റെ പ്രതിബിംബമായിട്ടൊരാൾ വേണമെന്ന് സൃഷ്ടിച്ചതാണ് അമ്മ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഓരോ പ്രസവത്തിലും അമ്മ മരിച്ച് ജനിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ പ്രസവം കഴിയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിക്കും എന്താണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ, കുട്ടിക്ക് കാലുണ്ടോ കൈയുണ്ടോ കണ്ണുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ അതിനെക്കാളും ഒരു ജന്മം പുനർജനിച്ച അമ്മ അവിടെ കിടക്കുന്നുണ്ടാവും. എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് അമ്മ അവിടെ കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ആ കുട്ടീനെ കൊണ്ടുവന്ന് കടത്തുമ്പോൾ അത്രയ്ക്ക് വേദന സഹിച്ചതിന് ശേഷം ആ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയുടെ പേരാണ് അമ്മ. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ ചോദിച്ചില്ലേ, മോനെ ബുദ്ധിമുട്ടായോ എന്ന്? ബുദ്ധിമുട്ടാവും, മക്കൾക്ക് ബുദ്ധിമുട്ടാവും, അമ്മയ്ക്കൊരിക്കലും ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ലോകത്തുള്ള ഒരു അമ്മയും മോശപ്പെട്ടതല്ല. അങ്ങനെ ഒരു അമ്മ മോശപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേഷം കിട്ടിയവരാണ്, അവരൊരിക്കലും അമ്മയാവില്ല. അങ്ങനെ ഒരു മക്കൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിന്ന് വരും. കാരണം എല്ലാ മക്കളും അങ്ങനെ നല്ലവരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ആയിരം ഗ്രന്ഥങ്ങളില്ലേ ഭഗവത്ഗീതകളൊക്കെ, അതിൻ്റെ വരികൾ വായിക്കുന്നതിനെക്കാട്ടിലും ഒരൊറ്റ വട്ടം ആത്മാർത്ഥമായിട്ട് അമ്മേനെ സ്നേഹിച്ചാൽ അത്രയും പുണ്യം കിട്ടും. പിന്നെ ഒരു കാര്യം കൊണ്ട് എൻ്റെ അമ്മമാർക്ക് എന്താ അറിയോ, അച്ഛനെ നമ്മൾ ബഹുമാനിച്ചില്ല എന്ന് വെച്ചോളൂ. ഇതുകൂടി അമ്മ ഒന്ന് കറക്റ്റായിട്ട് കേൾക്കണം കേട്ടോ. എന്താ മൂക്കൊലിപ്പ് വന്ന അമ്മയ്ക്ക്? അച്ഛനെ നമ്മൾ ബഹുമാനിച്ചില്ല എന്ന് വെച്ചോളൂ. അച്ഛന് വേണമെങ്കിൽ കാഷായ വസ്ത്രം എടുത്തിട്ട് കാശിക്ക് പോവാം. അമ്മേനെ നമ്മൾ ബഹുമാനിച്ചില്ല എന്ന് വെച്ചോളൂ, അമ്മയ്ക്ക് എവിടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ അമ്മയ്ക്ക്? അമ്മ ഇന്നിപ്പോൾ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടുള്ളത് 92 വയസ്സിലടക്കം ഒരു മുതുമുത്തശ്ശിക്കടക്കം ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു കഞ്ചാവ് അടിച്ച ബോധമില്ലാത്ത വിവരമില്ലാത്ത ആരെങ്കിലും കണ്ണിൽ കണ്ട ആ മുത്തശ്ശിനടക്കം പീഡിപ്പിക്കുന്ന ഒരു കാലമാണിത്. ഒരു അച്ഛന് എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഓരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിൻ്റെ പോയി കിടക്കുക, ഒരമ്മയ്ക്ക് അതും സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ രത്നത്തിൻ്റെ പേരാണ്, സ്ത്രീ ജന്മത്തിൻ്റെ പേരാണ്, ദൈവം നൽകിയ ഭൂമിയിലെ ഏറ്റവും വലിയ വരദാനത്തിൻ്റെ പേരാണ് അമ്മ. ഇപ്പം നമ്മുടെ രാവിലത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? ഞാൻ എപ്പോഴെങ്കിലും ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ടനായ മകൻ എന്തെങ്കിലും ചിന്തിച്ചു കഴിക്കുകയും എന്തുകൊണ്ട് എൻ്റെ അമ്മ അത് ചോദിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. എത്രയോ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് അമ്മ എന്ന് ചോദിച്ചതെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അതാണ്. കാരണം അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഇതെന്താ അടച്ചു വെച്ചോ? കഴിഞ്ഞോ? മനസ്സിലായില്ലേ? എന്താ? അപ്പം അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം എന്നുള്ളത് സത്യമാണ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയോ? നമുക്കിത് മറുപടാം. ഇത് നല്ല കറി, എനിക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്കും കൂടി ഇഷ്ടമാവണ ദിവസമായിരിക്കും അമ്മ വേറെ എന്തെങ്കിലും വെക്കുക. അതാണ് എനിക്ക് ഇഷ്ടമാവുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്, അമ്മയാണ് ലോകത്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കണ കാലം വരും, ഞാൻ ഉള്ള കാലം വരെ നിൽക്കണ കാലം വരെ പറഞ്ഞാൽ എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുണ്ട്, അന്നൊക്കെ ഞാൻ അമ്മേനെ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഉണ്ടാവും. എന്താന്ന് പറയും? എന്താ കാര്യം ചോദിക്കുക? എത്ര ബുദ്ധിമുട്ടിച്ചാലും പരാതി പറയാത്തൊരു ജന്മം ഇത് മാത്രമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറേ ബുദ്ധിമുട്ടിച്ചാൽ പറയും, ശല്യം വരുന്നുണ്ട്, ഇവനെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പറയും. എന്നിട്ട് പറയും, എടാ നീയൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ എനിക്ക് ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ, നിന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയും. മനസ്സിലായില്ലേ? പക്ഷെ അമ്മ പറയില്ല. ആ മണ്ടൻ എന്തോ പറഞ്ഞിട്ട് പോട്ടെ. ആ മണ്ടെന്ന് പറയുമ്പോൾ സ്നേഹം. ആര്? അമ്മയോ? ആ തല്ലുമ്പോൾ എനിക്കിപ്പൊക്കെ തല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ അറിയോ, ഈ പ്രായത്തൊക്കെ മുമ്പ് തല്ലുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നോ? അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞായിരുന്നോ? എന്താണ് ഈ പണ്ടത്തെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പത്തെ അച്ഛനും അമ്മയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞായിരുന്നോ? അത് ഇപ്പൊ തന്നെ പറയണോ? അല്ലെങ്കിൽ ഞാൻ അതും പറഞ്ഞു തന്നെ അടുത്ത വീട്ടിൽ ഞാൻ അതും പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓർമ്മ വെച്ച് ചോദിക്കണം കേട്ടമ്മ. എന്തുകൊണ്ടാണ് അന്ന് തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇപ്പം തല്ലുമ്പോൾ സന്തോഷം തോന്നും? കാരണം എന്താ പറയുക, ഈ പ്രായത്തിൽ എൻ്റെ അമ്മ എൻ്റെ ചെവി കയറി പിടിക്കണ്ടല്ലോ, ഈ പ്രായത്തിൽ എന്നെ 2 അടി അടിക്കാൻ വേണ്ടി എൻ്റെ അമ്മ വരുന്നുണ്ടല്ലോ, ഈ ഒരു മനസ്സെൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ, എന്നോട് അധികാരം. അതേ നോട്ടം ഞാൻ പണ്ട് എങ്ങനെ നോക്കി അതേ നോട്ടം.
അപ്പോൾ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത പ്രായമല്ലേ. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പോൾ ഓരോ തല്ലും നമുക്ക് വേണ്ടാത്ത സാധനമാണ്, ഇതെന്ത് എനിക്ക് തരുന്നത് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്നുള്ള ചിന്ത, മനസ്സിലായില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ തല്ലാൻ തോന്നുന്നുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ. കാരണം ഈ മക്കളുടെ അടുത്തൊക്കെ കാരണം എന്താ പറയുക, ഇപ്പോൾ അമ്മേനെ ഞാനൊന്ന് ബുദ്ധിമുട്ടിക്കണമെങ്കിൽ നമ്മുടെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? എന്നെ അമ്മ ഒന്ന് ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് തന്നെ തോന്നും ഇവനെ ബുദ്ധിമുട്ടിച്ചാൽ ഇവൻ എന്താണാവോ വിചാരിക്കുക. കാരണം മക്കളാണ് മാറും, അമ്മമാർ മാറില്ല. ഇനി ഞാൻ പറയണോ? ഇത്രത്തോളം പറഞ്ഞാൽ പോലെ അമ്മക്കിപ്പോ തന്നെ എത്രയോ സൈസിന്റെ വെയിറ്റിന്റെ ഒക്കെ തലേന്റെ മുകളിൽ വെച്ച പോലെ അതിന്റെ അമ്മയ്ക്ക്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടണം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ചീനമുളക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പക്ഷെ ചീനമുളക് എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടു. ഇനിയിപ്പോൾ ചീനമുളകാണ് നിങ്ങൾക്ക്, കാന്താരി മുളക്, ഓക്കെ, ചീനമുളക് എന്ന് പറഞ്ഞാൽ കാന്താരി മുളക്, അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ. നല്ലൊരു മണമായിരിക്കും. അപ്പം നല്ല ടേസ്റ്റ്. ഇതൊക്കെ ഈ മസാല ഒന്നും കൂടുതലില്ലാണ്ട് ഇപ്പം 2 പച്ചമുളക്, ഒരു ഇത്തിരി നാളികേരം, 2 സ്പൂൺ നാളികേരം, കുറച്ച് ജീരകം, കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല കറി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എപ്പോഴും നമ്മൾ കുറേ മസാലയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ അമ്മമാരുണ്ടാക്കുന്ന കറിയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അമ്മയ്ക്ക് തുല്യ അമ്മ മാത്രം എന്ന് പറഞ്ഞില്ലേ, മക്കള് അതിന് തുല്യാവുമെന്ന് ചോദിച്ചില്ലേ? ആവും. എപ്പോഴറിയോ? മക്കള് ഇനിയൊരു മക്കൾക്ക് ജന്മം നൽകുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലാവും. അല്ല, അപ്പോൾ അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, എന്താണ് സഹനശക്തി, എന്തുകൊണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ അമ്മ ഇങ്ങനെ ആയതെന്നുള്ളത് വായും കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവത്തിൽ അവിടെ എത്തുമ്പോൾ അന്ന് അച്ഛനും അമ്മയും ജീവനോടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഉമ്മ കൊടുക്കും. അല്ലെങ്കിൽ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഞാൻ പണ്ട് നിങ്ങളുടെ ഒരുപാട് പറഞ്ഞു കേട്ടോ, ക്ഷമിക്കണേ വന്നിട്ട് ഏത്തിടും. ഇത്ര തന്നെ. അപ്പോൾ ഈ ലോകത്ത് ഒന്നിനും പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നുണ്ടെങ്കിൽ ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ പറയും പോലെ ഒരേ ഒരു അമ്മ. മനസ്സിലായില്ലേ? പോരെ? ഇത്ര എന്നെ കൊണ്ട് പറയാൻ പറ്റട്ടോ, ഇനി പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് വയ്യ ഇനി പറയാം. നിങ്ങൾ വരികയാണെങ്കിലേ നിങ്ങൾക്ക് ഇതാ ഈ മത്തങ്ങ കറി, പപ്പടം, ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ ഇല്ലേ മുഴുവൻ എടുത്ത് തരും. കാരണം ഇന്ന് അറിഞ്ഞോ അറിയാണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ കരയിപ്പിച്ചോ, അത് കാരണം അത് വെച്ച് കൊടുക്കില്ല. ഇന്ന് എടുത്തു വെക്കാം ഫ്രിഡ്ജിലേക്ക്, അത് വേണ്ട. അപ്പൊ നിങ്ങൾ വന്നോളൂട്ടോ, ആ ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് തരാം. എന്തായാലും കുറച്ച് അധികം ഉണ്ട്. ആയിക്കോട്ടെ. ബൈ.